ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു നൈറ്റ് ഡിന്നറിന് പോവാണ് കേട്ടോ. നമ്മൾ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോവാം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഹാലിഫാക്സ് വാട്ടർ ഫ്രണ്ടിൻ്റെ അവിടെയാണ് കേട്ടോ വന്നത്. നമ്മൾ കുറേ റെസ്റ്റോറൻറ്റ്സ് തപ്പിയിട്ടുണ്ടായിരുന്നു, എവിടെ പോവാമെന്ന് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളത് തപ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വാട്ടർ ഫ്രണ്ടിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് നടക്കാം എന്നൊക്കെ പറഞ്ഞു. നടന്നപ്പോൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം നടന്നു. ഇരുട്ടൊക്കെ ആയിട്ട് കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും കയറാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നല്ല വൈബായിരുന്നു കേട്ടോ. അവിടെ പോയി ജസ്റ്റ് ഒന്ന് റിലാക്സായി നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാരും പിന്നെ നല്ലൊരു നൈറ്റ് വൈബായിരുന്നു അവിടെ ഫുള്ളും. നമ്മളവിടെ ഫുള്ളും കുറേ കറങ്ങി. നാശം പിടിക്കാനായിട്ട് ഒരു ചെറുതായിട്ട് മഴയെല്ലാം ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നോക്കിയിട്ടുണ്ടായിരുന്നു ഹാലിഫാക്സ് എന്താ വെതർ എന്നെല്ലാം. അപ്പോൾ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴ പോലെ പെയ്യാനൊക്കെ തുടങ്ങി. എന്നാലും വലിയ സീനുണ്ടായില്ല. അങ്ങനെ നമ്മളവിടെയൊക്കെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കേട്ടോ. കുറേ നേരം അവിടെ കുറേ മ്യൂസിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഓരോ റെസ്റ്റോറൻറ്റ്സിലും. അതുപോലെ കുറേ ഷിപ്പുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതുപോലെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിവിടെ ഒരു വാട്ടർ ബസ്സിൽ കയറാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്നും ജസ്റ്റ് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം അടിപൊളി സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഈവനിങ് എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ റെസ്റ്റോറൻറ്റ്സും അതുപോലെ വെറുതെ അവിടെ വന്നിരിക്കാനാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്നും കയറിയില്ല കേട്ടോ. നമ്മൾ വേറെ ആംബിയൻസും കൂടെ നല്ലതുള്ളത് എവിടെയാണെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ച് കുറേ നടന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ സീ സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയത്. ഇവിടെ നല്ല അത്യാവശ്യം സൂപ്പർ വൈബായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാനൊക്കെ അവർ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഔട്ട്ഡോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്ന് അതിനുശേഷം സീറ്റിംഗ് എല്ലാം കിട്ടിയത്. അപ്പം നമ്മൾ ഈ ഒരു ആംബിയൻസും ഈ ഒരു സെറ്റപ്പ് എല്ലാം കണ്ടിട്ടാണ് കേട്ടോ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കയറാം എന്നെല്ലാം വിചാരിച്ചത്. അത്യാവശ്യം സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ ചെന്നപ്പോൾ റെഡ് വൈനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതെല്ലാം ചിയേഴ്സ് അടിച്ച് കുടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടറെല്ലാം വരികയാണ് കേട്ടോ ചെയ്തത്. അവിടെ അത്യാവശ്യം പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ആ ഒരു ഫയറിൻ്റെ അടുത്ത് ഇരിക്കണ കാരണം അത്രയും തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടുത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്രയും സ്പെഷ്യലാക്കുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഏറ്റവും മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആനിവേഴ്സറിയുടെ അന്ന് നൈറ്റ് നമുക്ക് ഇതുപോലെ ഡിന്നറിന് പോകണമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഞങ്ങൾ ഇതുപോലെയാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. എന്തായാലും ഞങ്ങൾ ഒത്തിരി ഹാപ്പി. കുറച്ച് ടൈം ഉണ്ടെങ്കിലും രണ്ടുപേരും മാത്രമായിട്ടുള്ള ആ ഒരു ടൈം എന്തായാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല വെതറായിരുന്നു. അത്രയും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് നമ്മൾ പയ്യെ വീട്ടിലെത്തിയപ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എല്ലാവരും കേക്കെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഐസ്ക്രീം കേക്കായിരുന്നു കേട്ടോ. ഉള്ളിൽ ചോക്ലേറ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കേക്കെല്ലാം കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു. പിന്നെ ചേച്ചി കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് അതും കൂടെ കഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കിടന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.